71 വയസ്സായി. പച്ചക്കുട്ടി മകനെ പെറ്റ മകനെ പോലെ പേരക്കുട്ടിൻ്റെ ഇതാണ്. ഞങ്ങൾ ഒന്നും വിചാരിച്ചിട്ട് പറഞ്ഞല്ല. ആ കുട്ടീനെ അവൻ്റെ ജീവനാണ്. മനസ്സിലായി. എനിക്ക് മക്കളും കുട്ടികളൊന്നുമില്ല. അത് പെറ്റ മകനെ ഓരി കണക്കാക്കിയിട്ട് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇല്ല അതൊന്നും തോന്നിയിട്ടില്ല. അവനെ വിടാനും പറ്റില്ല. അയ്യേ എവിടെ പോണു, ഏതൊക്കെ വഴിക്ക് പോണു നമുക്കൊന്നും അറിയില്ലല്ലോ. ഇവിടെ വന്ന് നല്ല പരിചയം, നല്ല സ്നേഹം, അത്ര തന്നെ. ഇവിടെ വന്നാൽ കാണാം. അല്ലാണ്ട് ഇപ്പോൾ ആ കുട്ടി പോണ അവിടെയൊക്കെ നമുക്ക് പോകാൻ പറ്റുമോ? ഇതല്ലേ തൊഴിൽ നമ്മണ്ട സാറേ. ഇത് ചെയ്തല്ലേ കഞ്ഞി കുടിക്കിന് പറയും. കുട്ടീനെ പറഞ്ഞു. അത്ര തന്നെ. അല്ലാണ്ട് ഇപ്പോൾ ഒന്നും മനഃപൂർണ്ണ വൈരാഗ്യം വലുതും ഒന്നും വെച്ചിട്ടല്ല പറഞ്ഞത്. മനഃപൂർണ്ണ വൈരാഗ്യം ഒന്നും വെച്ചിട്ടല്ല പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ട ഒരു വ്യക്തിയാണ്, നല്ല പെരുമാറ്റമാണ്. ഞങ്ങൾ അതന്നെ പറയുന്നത്. ആദ്യമൊന്നും വയ്ക്കണ്ട, നല്ലൊരാളാണ്. ഞങ്ങൾക്കൊക്കെ പറ്റിയൊരിത് നല്ലൊരു സാധനമുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ രാജ്യമൊന്നും വയ്ക്കണ്ട. ഞങ്ങൾക്ക് സങ്കടം തോന്നി. സങ്കടമായി. ഞങ്ങൾക്ക് ഇങ്ങനെ ആയിട്ടില്ലല്ലോ, ഇങ്ങനെ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് സങ്കടമായി. എൻ്റെ മകൻ്റെ പ്രായമുണ്ട്. മോശം വന്ന് യാതൊരു രചന എനിക്കില്ല. അത് ആൾക്കാർ വെറുതെ ഉണ്ടാക്കുകയാണെന്ന് മാത്രമേ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇത് എല്ലാവരുടെ അഭിപ്രായം അവന് രാജിവെക്കണ്ട എന്നുള്ളൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. വിഷമം ഉണ്ടായിരുന്നു, മനസ്സിലേക്ക് വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ കുട്ടികൾക്കൊരു വിഷമം വന്നാൽ എങ്ങനെ വേദനിക്കണം അതേപോലെ വേദനിച്ചത് തന്നെയാണ്. സങ്കടമുണ്ട്. അവൻ നല്ലൊരു വ്യക്തിയാണ്. അതുകൊണ്ട് അവനെ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ പറഞ്ഞത് തിരുത്തിയിട്ട് അവൻ ഉയർത്തേൽ വരണം. അതിനായിട്ട് നടക്കുന്ന സ്ത്രീകളോട് എന്താ നമ്മൾ പറയുക? അവളൊരു സ്ത്രീയല്ലേ, അവൻ നല്ലൊരു വ്യക്തിയാണ്. ഞങ്ങളുടെ ഇടയിൽ കൂടെ ഞങ്ങൾക്കും കൂടി അത്ര വയസ്സായ ആൾക്കാർക്ക് കൂടി ഒരു കയ്യേറാത്ത കുട്ടികളാണ്. അറിയാം, അങ്ങനത്തെ കുട്ടിക്കല്ലേ പോരാട്ട് വന്നത്. അതാ പറഞ്ഞവരും അവർ കാട്ടും. അയ്യേ ഞങ്ങളെ എടുത്തു കൂടെ വരിക എന്നല്ല, ഞങ്ങൾക്ക് കൂടി അവൻ കയ്യേറി. അങ്ങനത്തെ കുട്ടികളാണ്. ആ ചെറി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അവരെ കയ്യിലില്ല. അത്ര നല്ല കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു ഇത് വന്നില്ലേ, അത് ദൈവം കണ്ടോ. അവിടെ കൂടുക, ദൈവത്തിന്റെ വിട്ടുകൊടുക്കുക. നമ്മളൊക്കെ ചെയ്യുന്ന 4-5 എനിക്കും ഉണ്ട്. 6 മക്കളുണ്ട്. അപ്പൊ എനിക്ക് സങ്കടം തന്നെയാണ്. നമ്മുടെ മക്കൾക്ക് ഒരു കാര്യം വരുമ്പോ എങ്ങനെ വേദനിക്കണോ അതേപോലെ തന്നെയാണ് ആ കുട്ടിക്ക്. അത് പറയുന്നത് തെറ്റാണ്. ആ പറയുന്ന വാക്ക് ഭയങ്കര തെറ്റാണ്. അവര് ഞങ്ങൾക്കൊക്കെ കഞ്ഞി തരുന്നവരാണ്. അതുകൊണ്ട് മാങ്കൂട്ടത്തിനെയും രാഘുലിനെയും പറഞ്ഞവർക്ക് അത് അവർ തന്നെ പ്രതീക്ഷ ഇതായിക്കോട്ടെ. അവർക്കൊന്നുമില്ലാതെ ഞങ്ങളെ അവനെ വിജയിപ്പിച്ച് ഞങ്ങൾക്ക് കഞ്ഞി തന്നാൽ മതി. ഈ കൈ കൊണ്ടല്ലേ കഞ്ഞി. അപ്പോൾ ഈ കൈ കൊണ്ട് തന്നെ നമുക്ക് തെറ്റ് ചെയ്തിട്ടില്ലാണ്. ഈ കയ്യില്ലെങ്കിൽ ഒന്നുമില്ലല്ലോ.